ബിനു കൈമളിനാണ് താരതമ്യേന സമയം കുറവ് കിട്ടിയിരിക്കുന്നത്. ബിനു, ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യത്തിലുള്ള മറുപടി. തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ മുമ്പ് ചെറിയൊരു കാര്യം അതിന് മുമ്പ് ഇവിടെ ചർച്ച ചെയ്തു പോയി, നമ്മുടെ ഹൈവേയെ കുറിച്ച്. ഞാൻ ചോദിക്കുന്ന ഈ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എന്ത് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യമുള്ളേ? എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഇവിടുന്ന് ആര് പോയാലും അവിടെ ചെന്നിട്ട് പോകുന്ന ഇവരിൽ ആര് പോയാലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈവെക്കാമെന്നല്ലേ ഉള്ളൂ. പിന്നെ എന്താണ് ഇത്രയും കാലം കൊണ്ട് ഇവിടെ നടത്തിയത് ഇവർ? ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടത്തുന്നത്, ഇതിനു മുമ്പ് ഇവിടെ നമ്മുടെ ഷാജി പറഞ്ഞു അരിക്കൊമ്പരം കൊണ്ട് പോയപ്പം നാഷണൽ ഹൈവേ ഡെവലപ്മെന്റിനുള്ള പണം എന്ന് പറയുന്നത് BJP-യുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്നല്ലോ. BJP-യുടെ അല്ല, വേറെ അല്ല. വേണ്ട, അതൊന്നും പറയണ്ട. ആ തരത്തിലുള്ള സംസാരം വേണുവിനും യോജിച്ചതല്ല. ഇതിനു മുമ്പ് ഒരു സർക്കാരും, ഇവിടെ പിണറായി വിജയൻ സർക്കാർ ഇരുന്നപ്പോഴും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരണത്തിൽ ഇരുന്നപ്പോഴും കൊണ്ടുവന്നൊന്നും ആരുടെയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തല്ല. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പിരിവെടുക്കണം. അല്ലല്ല, പണം വേണമെന്ന് അവരാരും പറയുന്നില്ല. പിണറായി ഒരു പദ്ധതിയിലും പിണറായിയുടെ മുഖം കൂടെ വെക്കണമെന്ന് പറയുന്നില്ല. അല്ല, നികുതി ഇതിവിടെ വെക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയാ, അല്ലാതെ BJP-യുടെ പണമല്ല വെച്ചേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇഷ്ടംപോലെ പദ്ധതികൾ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ പേര് തന്നെ വെച്ച് നടപ്പാക്കിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി അധികാരത്തിലുള്ളപ്പോൾ രാജീവ് ഗാന്ധിയുടെ പേരിൽ ഇഷ്ടം പോലെ പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ വച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. PM ആവാസ് യോജന, അങ്ങനെ ഏത് നോക്കിയാലും പ്രധാനമന്ത്രിയുടെ പേര് വെച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യക്തിയുടെ പരമായിട്ടല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഹൈവേ, ആ അരിക്കൊമ്പനം കൊണ്ട് പോയപ്പോൾ ഇവിടെ കണ്ടത് എല്ലാവരും നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റാ. ഇവിടെ എന്താ സംസ്ഥാന ഗവൺമെൻറ് അതിന് എന്ത് റോളാണ് ഉള്ളത്? അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ വനം വകുപ്പിന്റെ പ്രശ്നമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇവിടെ വനസംരക്ഷണ നിയമം ഇടുക്കി എപ്പോഴും ജീവൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ജനതയാണ്. ഒരു സെക്കൻഡ് 2014 നിങ്ങൾ ഗാഡ്ഗിലിന് അനുകൂലമായിരുന്നു, കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് അനുകൂലമായിരുന്നു. ഇന്നും ഞങ്ങൾ ഒരു സെക്കൻഡ്. അപ്പോൾ അതിനുള്ള തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 10% താഴെ കിടക്കുന്നത്. ഇനിയിപ്പോ ഒരു സെക്കൻഡ്, ഇപ്പൊ 2024 ബിനു ഏറ്റവും ശക്തമായി ഇവിടുത്തെ ജനത നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്യജീവി മനുഷ്യ സംഘർഷമാണ്, അല്ലേ? ആ വിഷയത്തിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര നിയമമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നിലപാടെന്താ? ഞങ്ങൾ അതിന് കൃത്യമായിട്ട്, ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിന്റെ ഭരണമുള്ളത്, ആണോ? അല്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. നമ്മൾ തൊട്ടടുത്ത് ഈ തമിഴ്നാട്ടിലേക്ക് കടന്നു നോക്ക്, അവിടെ എന്തേ ഒരു പ്രശ്നം ഇല്ലാത്ത പോകുന്നത്? അതെന്തെങ്കിലും ചിന്തിക്കാത്ത? തൊട്ടപ്പുറം കർണാടകയിലുണ്ട്, അവിടെ ഇല്ലല്ലോ വിഷയം. അപ്പൊ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് പ്രശ്നം? ഇവിടുത്തെ ജനസാന്ദ്രതയും വനവിസ്തൃതിയും തമ്മിലുള്ള താരതമ്യം എടുത്താൽ അതിന് മറുപടി കിട്ടിക്കോളും. ഇവിടുത്തെ ജനസാന്ദ്രതയും ഇവിടുത്തെ വനവിസ്തൃതിയും തമ്മിലുള്ള താരതമ്യം എടുത്താൽ ആ അനുപാതത്തിലുണ്ട് അതിന്റെ മറുപടി. ശരി, അല്ലല്ല, ഒരു സെക്കൻഡ്. മറിയക്കുട്ടി ചേച്ചിക്കുള്ള ഗഡു ഇത്രയും തടസ്സപ്പെടുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ വിഹിതം കിട്ടാത്തതാണെന്ന് ഷാജി പറയുന്നത്. അത് പച്ചക്കള്ളമാണെന്ന് ഇന്ത്യയുടെ സാമ്പത്തിക നമ്മുടെ ശാസ്ത്രജ്ഞ വനിത, നമ്മുടെ മന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ന് കിട്ടിയിട്ടുള്ള കണക്കുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ക്ഷേമ പെൻഷൻ മാത്രമല്ല, ഏത് സംവിധാനത്തിനും രാജ്യത്തിന്റെ സമ്പത്ത് ഇങ്ങോട്ട് കൊടുക്കണമെങ്കിൽ കൊടുത്തതിനെ കുറിച്ചുള്ള പറയല്ലേ, ഇടയ്ക്ക് തടസ്സപ്പെടുത്തരുത്. ഇങ്ങോട്ട് കൊടുക്കുന്ന, അനുവദിച്ച് കിട്ടുന്ന പണത്തിന് കൃത്യമായിട്ടൊരു കണക്ക് കൊടുക്കണം. ഇത് മുൻപ് ഉള്ളതുപോലെ ഒരു കൊട്ടക്കമ്പതിയുള്ള പരിപാടിയല്ല ഇവിടെ നടക്കുന്നത്. കൃത്യമായ കണക്കാണ്, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ പെട്രോൾ അടിച്ചാൽ 2 രൂപ സെസ് മേടിക്കുന്നുണ്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്? ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാ. എത്ര കൊടുത്തു പറയട്ടെ, ജനങ്ങളോട് പറയട്ടെ. ചുമ്മാ കൂവി ആർത്ത് വിളിച്ചോണ്ട് കാര്യമില്ല. ജനങ്ങൾ അറിയണം, ഇവിടെ സെസ് മേടിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വണ്ടി വരുമ്പോഴും ഞാൻ ഇന്ന് വണ്ടിയിൽ വന്നത്, ഈ വന്ന ഓരോരുത്തരും വണ്ടിയിൽ വന്നപ്പോൾ 2 രൂപ വെച്ച് നിങ്ങളൊക്കെ സെസ് മേടിക്കണ്ട, അറിയുമോ? ആ സെസ് എങ്ങനെ പോകുന്നു എന്ന് ജനങ്ങൾക്ക് മറുപടി പറയണം. ആ തരത്തിൽ ഓരോന്നിനും സെസ് മേടിച്ചോണ്ടായിരിക്കുന്നത്. കേന്ദ്രം കൊടുക്കുന്നതില് കൃത്യമായിട്ട് ഇല്ല. ഇവിടെ ഞാൻ പറയട്ടെ,